നമ്മൾ കോമ്പൻസേഷൻ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ സാലറി നമ്മളുടെ ഇൻസെൻറ്റീവ് സ്ട്രക്ചറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആവരുത്. ചിലരുണ്ട് റവന്യൂവിൻ്റെ ഇത്ര 0.23% ഇതാണ് നിങ്ങളുടെ ഇൻസെൻറ്റീവ് എന്നൊക്കെ കണക്ക് കൂട്ടുന്ന ഇതൊന്നും ഈ സെയിൽസുകാരുടെ തലയിൽ കയറത്തില്ല. അതേസമയം അവൻ അറിയേണ്ടത് 100 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ എനിക്ക് 5 രൂപ കിട്ടുമോ? എളുപ്പം, സിമ്പിളായിരിക്കണം. എന്തുകൊണ്ടാണ് ഈ MLM കമ്പനികളൊക്കെ ഇത്രയും കയറിപ്പോകുന്നത്? ഇത് നീ ഇവിടെ ഒരാളെ കൊണ്ടുവരും, ഇവൻ ഇവിടെ 2 പേരെ കൊണ്ടുവരും, ഇപ്പോൾ ഈ 3 പേരായി. ഈ 3 പേര് വരുമ്പോൾ ഇയാൾ കൊണ്ടുവരുന്നതിൻ്റെ ഇത്ര ശതമാനം നിനക്ക്. അടിപൊളി. ഇവിടെ 2 പേരും കൂടെ വന്നു കഴിയുമ്പോഴത്തേന് നിനക്ക് കാറ്. ആഹാ. ഇവർ 2 പേരും കൂടെ വന്നു കഴിയുമ്പോൾ നിനക്ക് തായ്ലാൻഡ് ട്രിപ്പ്. ഓഹോ, വളരെ സിമ്പിളാണ്. ഇത് ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ഈ സാലറി പ്ലസ് ബോണസ് പ്ലസ് ഇൻസെൻറ്റീവ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കും? ഇതൊന്നും എൻ്റെ തലയിൽ വർക്കാവില്ല. സോ മേക്ക് ഇറ്റ് വെരി സിമ്പിൾ.